ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മെയ് 12. എൻ്റെ ഡ്രൈവിംഗ് എങ്ങനെയുണ്ട്? എന്നാൽ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവനായിരിക്കട്ടെ. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 19-20 വാക്യങ്ങൾ. അയ്യോ, റിപ്പയർ ട്രക്ക് എൻ്റെ മുന്നിൽ പെട്ടെന്ന് നിർത്തിയപ്പോൾ ഞാൻ അലറി. അപ്പോഴാണ് അതിൻ്റെ പിന്നിൽ ഒരു മെസ്സേജ് ഞാൻ കണ്ടത്. എൻ്റെ ഡ്രൈവിംഗ് എങ്ങനെയുണ്ട്? ഒപ്പം ഒരു ഫോൺ നമ്പറും. ഞാൻ ഫോൺ എടുത്ത് ഡയൽ ചെയ്തു. ഞാൻ എന്തിനാണ് വിളിക്കുന്നതെന്ന് ഒരു സ്ത്രീ എന്നോട് ചോദിച്ചു. ഞാൻ എൻ്റെ നിരാശ പറഞ്ഞു. അവൾ ട്രക്കിൻ്റെ നമ്പർ എഴുതിയെടുത്തു. എന്നിട്ട് വളരെ ക്ഷീണിതയായി പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, നന്നായി ഡ്രൈവ് ചെയ്യുന്ന ഒരാളെ അറിയിക്കാൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും വിളിക്കാം. അവളുടെ തളർന്ന വാക്കുകൾ തൽക്ഷണം എൻ്റെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തി. ജാള്യത എന്നെ അലട്ടി. നീതിക്കു വേണ്ടിയുള്ള തീഷ്ണതയിൽ എൻ്റെ രോക്ഷം നിറഞ്ഞ സ്വരം ഈ സ്ത്രീയെ അവളുടെ പ്രയാസകരമായ ജോലിയിൽ എങ്ങനെ ബാധിക്കുന്നുവെന്ന് ചിന്തിക്കാൻ ഞാൻ ശ്രമിച്ചില്ല. എൻ്റെ വിശ്വാസവും ഫലപ്രാപ്തിയും തമ്മിലുള്ള ബന്ധമില്ലായ്മ ആ നിമിഷത്തിൽ വിനാശകരമായിരുന്നു. നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ബോധ്യങ്ങളും തമ്മിലുള്ള വിടവാണ് യാക്കോബിൻ്റെ പുസ്തകം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു, പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അത് അറിയുന്നുവല്ലോ. എന്നാൽ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവനായിരിക്കട്ടെ. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. പിന്നീട് അവൻ കൂട്ടിച്ചേർക്കുന്നു, എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. നമ്മൾ ആരും തികഞ്ഞവരല്ല. ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മുടെ ഡ്രൈവിംഗിന് സഹായം ആവശ്യമാണ്. അത് പറച്ചിലിൽ തുടങ്ങുകയും നമ്മുടെ സ്വഭാവത്തിൻ്റെ പരുക്കൻ അരികുകൾ മിനുസപ്പെടുത്തുന്നത് തുടരാൻ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് സഹായം ചോദിക്കുകയും ചെയ്യാം. ചിന്തിക്കുക, വേഗത്തിലും കോപത്തിലും സംസാരിക്കുന്ന വാക്കുകൾ പ്രശ്നകരമാകുന്നത് എന്തുകൊണ്ട്? നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നത് എങ്ങനെ മികച്ച രീതിയിൽ ജീവിച്ചു കാണിക്കാൻ കഴിയും? ദൈവത്തിന് മഹത്വം.